രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര നാളെ തുടങ്ങും. മണിപ്പൂർ തൗബലിലെ യുദ്ധസ്മാരകത്തിന് സമീപത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുക. ഇംഫാലിലെ പാലസ് ഗ്രൗണ്ട് യാത്രയുടെ ഉദ്ഘാടനത്തിന് അനുവദിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് വേദിമാറ്റം. മണിപ്പൂർ PCCയുടെ നേതൃത്വത്തിൽ ഭാരത് ന്യായ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നേതാക്കൾ ഇന്ന് മണിപ്പൂരിലെത്തും. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ഒരുക്കങ്ങളെല്ലാം ഏത് വിധത്തിൽ മുന്നോട്ട് പോകുന്നു? പിന്നെ ഈ മണിപ്പൂരിലേക്ക് വരുമ്പോൾ വലിയൊരു ആശങ്കയുള്ളത് സുരക്ഷാ പ്രശ്നത്തിലാണ്. അതൊക്കെ എങ്ങനെ പരിഹരിക്കാനാണ് ആലോചിക്കുന്നത്? കുക്കി മേത്തൈ വിഭാഗങ്ങൾ നടത്തിയ വെടിവയ്പിൽ 4 പേർ മരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കായി മണിപ്പൂർ ഒരുങ്ങുന്നത്. ഇംഫാലിലെ പാലസ് ഗ്രൗണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് തൗബലിലെ യുദ്ധസ്മാരകത്തിൽ വെച്ചാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കം കുറിക്കുക. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് മണിപ്പൂർ തൗബലിൽ. അതിന്റെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ യുദ്ധസ്മാരകത്തിന് സമീപത്തുള്ള ഗ്രൗണ്ട് സ്വകാര്യ ഭൂമിയിൽ വെച്ചാണ് യാത്ര ആരംഭിക്കുന്നത്. അവിടെയും ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി വരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഇന്ന് വൈകിട്ടോടുകൂടി ഏതാനും ചില നേതാക്കൾ മണിപ്പൂരിലെത്തും. അതിനുശേഷം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നാളെയോടുകൂടിയായിരിക്കും മണിപ്പൂരിലെത്തുക. നിലവിലെ സാഹചര്യത്തിൽ മണിപ്പൂരിൽ പലയിടത്തും യാത്രയ്ക്ക് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. അധികം ആൾക്കൂട്ടം പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്നാൽ ഏത് വിധേനയും യാത്രയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇത് കൂടാതെ മണിപ്പൂർ കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോഴും ഈ വെല്ലുവിളികൾ കോൺഗ്രസിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പ്രധാന കാരണം എന്ന് പറയുന്ന അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അസം മുഖ്യമന്ത്രി നടത്തിയ ചില പ്രസ്താവനകൾ തന്നെയാണ്. സ്കൂൾ ഗ്രൗണ്ടുകളോ അതോടൊപ്പം തന്നെ മറ്റു പാതകളോ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് അനുവദിക്കില്ല. പകരം ദേശീയ പാത വഴി മാത്രം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് കടന്നുപോകാം എന്നൊരു നിലപാടാണ് അസം സർക്കാർ സ്വീകരിച്ചത്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് വെല്ലുവിളിയാകുന്നത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാരത് ജോഡോ ന്യായ യാത്ര അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൂടി മണിപ്പൂരിലെ PCC നേതൃത്വവുമായി AICC നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് ഇപ്പോൾ PCC നേതൃത്വം അവസാനവട്ട ഒരുക്കങ്ങൾ കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി മണിപ്പൂർ പൂർണ്ണമായി ഭാരത് ജോഡോ ന്യായ യാത്രയെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിന് തുടക്കം കുറിക്കാൻ പൂർണ്ണ സജ്ജമാകും. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.